വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ആ കാണുന്ന വൈറ്റ് സംഭവം ഒരു വൈറ്റ് ലൈറ്റ് സോഴ്സാണ്. അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതാണ് ഒരു പോളറൈസിങ് ഫിൽറ്റർ. അതിൻ്റെ മുകളിൽ ഇനി ഒരു പോളറൈസിങ് ഫിൽറ്റർ കൂടെ വെക്കാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫിസിക്സ് ഉണ്ട്, ഒന്നും പറയാൻ പോകുന്നില്ല. ഇനി തിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മാജിക്ക് കാണാൻ പറ്റും. ആ മാജിക്കാണ് നമ്മുടെ ഇതിൻ്റെ ഫുൾ ബേസിസ് കണ്ടില്ലേ, ഫുൾ ബ്ലാക്കായി, ലൈറ്റ് ഫുൾ കട്ട് ഓഫായി, അതാണ് ബ്ലാക്കായിട്ട് കാണുന്നത്. ഇനി നമുക്ക് ആ പെയിൻ അവിടെ വെച്ചിട്ട് ഇനി വേറൊരു പെയിൻ ഇത് പോളറൈസിങ് ഫിൽറ്റർ വെക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ടോ. ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റ് അപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും, മൾട്ടി കളേർഡായിട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ റീഫില്ലൊന്നും സംഭവിച്ചിട്ടില്ല, കാരണം റീഫില്ല് ഒരു ഒപ്പേക്ക് സാധനമാണ്. അതിൻ്റെ അകത്തോട്ട് ലൈറ്റ് പാസ് ചെയ്യില്ല. ലൈറ്റ് പാസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്ലാസ് ഏരിയ വരുന്നൊരു സാധനം വെച്ചത്, നമ്മളുടെ ഇത് കാണിക്കാൻ വേണ്ടി. ഇനി അടുത്ത നമുക്കൊരു ഗ്ലാസ് വെച്ച് നോക്കാം, കാരണം ഗ്ലാസും ലൈറ്റ് പാസ് ചെയ്യല്ലോ. ഇതിപ്പോൾ എൻ്റെ മകനാണ് അസിസ്റ്റ് ചെയ്യുന്നത്, ആദം ആണ് എൻ്റെ പേര്. ഇതിപ്പോൾ അവന് ഗിഫ്റ്റ് കിട്ടിയൊരു ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്ക് അവൻ്റെ ഇഷ്ടപ്രകാരം അതിവിടെ വെച്ചിട്ട് അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അതിൻ്റെ അകത്ത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളേഴ്സ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഗ്ലാസ്സും കൂടെ വെച്ച് നോക്കാം. ആദ്യം അത് ബാക്ക് സൈഡ് വെച്ചിട്ട് അതിന് കുറച്ചും കൂടെ തിക്നെസ്സും ഡിസൈൻസും വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്ക് ആദ്യം വെച്ചത്. ഇനി അതും ഇതേപോലെ നമുക്ക് പോളറൈസ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ ഗ്ലാസ്സിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ മറ്റു സൈഡും കാണിക്കാം. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബ്യൂട്ടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ മതി. ബേസിക്കലി ഒരു ലൈറ്റ് സോഴ്സ് താഴെ വേണം, പിന്നെ അതിൻ്റെ മുകളിൽ ഫിൽറ്റർ വേണം, പിന്നെ അതിൻ്റെ നമുക്ക് ആ ഒബ്ജക്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സെക്കൻഡ് ഫിൽറ്റർ വെക്കേണ്ടത്. ബേസിക്കലി ഒബ്ജക്റ്റ് ഷുഡ് കം ഇൻ ബിറ്റ്വീൻ രണ്ട് ഫിൽറ്റേഴ്സ്, പിന്നെ ഒരു ലൈറ്റ് സോഴ്സ് ഡെഫിനറ്റ്ലി വേണം. ഈ സെയിം പ്രിൻസിപ്പിൾ നമ്മൾ മൈക്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ സൺഗ്ലാസസൊക്കെ പലതും പോളറൈസ്ഡ് ഗ്ലാസ്സാണ്. ഇതാണ് ഹൈലൈറ്റ്. ഇതിപ്പോൾ എൻ്റെ മകളുടെ ഒരു ബാങ്കിലാണ്, ഒരു വളയാണ്. ഇനി അത് നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഞാൻ അധികം ഇതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എൻജോയ് ചെയ്താൽ മതി. ആ ഒരു ബ്യൂട്ടി കണ്ടില്ലേ, എത്രമാത്രം സൂപ്പറായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരു 3D എഫക്റ്റും ഫീൽ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇത് സ്റ്റുഡൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പോളറൈസേഷൻ അതിനെപ്പറ്റി വായിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഹോപ്പ് ചെയ്യുന്നു. അല്ലാത്തവർ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ബ്യൂട്ടി അപ്രിഷ്യേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി ജസ്റ്റ് വീഡിയോ വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ലൈറ്റ് കട്ട് ഓഫ് ആവുന്നു, അതിൻ്റെ ബാങ്കിളിൻ്റെ ഒരു ബ്യൂട്ടി കണ്ടില്ലേ. അതേപോലെ നമുക്ക് എന്ത് ലൈറ്റ് പാസ് ചെയ്യുന്ന എന്ത് ഒബ്ജക്റ്റും വെച്ചാൽ ബേസിക്കലി ഇത് ഫീൽ ചെയ്യാൻ പറ്റും.